ഈദ് നമസ്കാരമൊക്കെ കഴിഞ്ഞു. ഇനി വീടുകളിലെ സ്നേഹ സൽക്കാരത്തിൻ്റെ ഒക്കെ സമയമാണ്. അങ്ങനെ കൽവറിയുന്ന രുചികളുടെ കൂടിയാണ് ചെറിയ പെരുന്നാൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്നേഹം രുചിക്കൂട്ടായിട്ടുള്ള ഭക്ഷണം കൊണ്ട് അതൊക്കെ രുചിക്കുക എന്ന് പറയുന്നത് എല്ലാ പെരുന്നാളിലും പതിവാണ്. പതിവ് പോലെ ഒരു വീട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളെ നൗഷാദ് ഉണ്ട്, നമ്മളെ സ്ഥിരം എല്ലാ പെരുന്നാളിലും നൗഷാദ് ഒരു സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. ഈദ് മുബാറക്. താങ്ക് യു. എന്താണ് പെരുന്നാളൊക്കെ ആയിട്ട് വിശേഷം? വലിയ സന്തോഷം. ബന്ധുക്കളൊക്കെ വീട്ടിലേക്ക് വരികയാണ്. ജ്യേഷ്ഠ സഹോദരൻ്റെ വീടാണ് തൊട്ടടുത്ത വീട്. അപ്പോൾ മക്കളൊക്കെ ആയി സഹോദരൻ്റെ വീട്ടിൽ വന്ന് പെരുന്നാൾ ആഘോഷത്തിൽ പങ്കുചേരുകയാണ്. എന്താണ് പെരുന്നാളൊക്കെ ആയിട്ട് വിശേഷങ്ങൾ? അടിപൊളിയാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്, കുട്ടികളും ഉണ്ട്. ഇപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യണു. ഇപ്പോൾ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞുകൊണ്ട് വരികയാണ്. ഇനി ഭക്ഷണം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബന്ധുക്കളുടെ അടുത്തൊക്കെ പോകണം. അതെ, ഭക്ഷണമാണ് മെയിൻ അല്ലേ? പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണമാണ് മെയിൻ എന്നാണ്. അപ്പോൾ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ അടുക്കളയിലേക്ക് കിടക്കാണ്. താത്ത ഈദ് മുബാറക്. സ്പെഷ്യൽ എല്ലാം റെഡിയായോ? റെഡി ആയിക്കൊണ്ടിരിക്കണു. അതാ സ്മെല്ല് അടിക്കുമ്പോൾ തന്നെ മോനെ ബിരിയാണി റെഡി ആയി കഴിഞ്ഞല്ലേ? ചിക്കനാ? ചിക്കൻ ബിരിയാണിയാണ്. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ പായസം ഉണ്ട്, പുഡിംഗ് ഉണ്ട്. ഇപ്പം തന്നെ കാണുമ്പോൾ കൺട്രോൾ കിട്ടുന്നില്ല അല്ലേ? നമ്മുടെ പ്രധാന ഐറ്റം തന്നെയാണ് ഭക്ഷണം. പുഡിങ്ങും പായസവും ബിരിയാണിയും ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സും നിറയുന്നുണ്ട്. ഇനി വയറുകൂടെ നിറയ്ക്കണം. നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മളെ മൊഞ്ചത്തിമാരായ കുട്ടികൾ മലപ്പുറത്തിൻ്റെ പെരുന്നാൾ സ്നേഹത്തോടെ തന്നെ ഐക്യത്തോടെ തന്നെ ആഘോഷിക്കുകയാണ് അവർ. നമുക്കൊരു പാട്ടായാലോ? പെരുന്നാൾ പാട്ട്. കസവിന്റെ തട്ടവുമിട്ട് വിരയുടെ മരവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. വിരയുടെ മരവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. നോക്കിടുന്നൊരു പെണ്ണുണ്ട്. മക്കത്ത് പൂത്തൊരു ഈന്ത മരത്തിലെ ഓരിലയായെങ്കിൽ ഹക്കുത്ത് മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ. അപ്പോൾ ആഘോഷം അങ്ങനെ വീടുകളിൽ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഈദ് മുബാറക്. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.